നമസ്കാരം. ദൂരദർശൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാക്ക് ദ ടോക്കിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷനിൽ BJP അധികാരം പിടിച്ചിരിക്കുന്നു. നമ്മുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ അഡ്വക്കേറ്റ് VV രാജേഷാണ് വാക്ക് ദ ടോക്കിൽ ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹവുമായിട്ട് നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ വികസനം, അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും ഈ വാക്ക് ദ ടോക്കിൽ ചോദിച്ചറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിൻ്റെ നഗരപിതാവ് ശ്രീ അഡ്വക്കേറ്റ് VV രാജേഷ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം ചോദിക്കുന്നത്, പ്രധാനമന്ത്രി വന്ന സമയത്ത് നടന്ന ഒരു സംഭവം. എൻ്റെ ദീർഘകാലമായുള്ള സുഹൃത്താണെന്ന് പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി താങ്കളെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തി ഇങ്ങനെ പുറത്തിങ്ങനെ 3-4 അടി അടിച്ച്, എത്രയോ വർഷം പരിചയമുള്ളതുപോലെ പറഞ്ഞിട്ട് അത്ര അഭിമാനമാണെന്നാണ് പറഞ്ഞത്. ആ ഒരു മൊമെൻ്റ് എങ്ങനെയുണ്ടായിരുന്നു? ഒന്ന്, അത് വ്യക്തിപരമായ സുഹൃത്താണെന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ളതാണ്. 2013 അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴേക്കും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആ പരിപാടിയുടെ കോർഡിനേഷൻ്റെ ചാർജ് എടുക്കുക. ഞാൻ അന്ന് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസ്ഥാനം കഴിഞ്ഞ് BJPയുടെ വക്താവായ ആ സമയത്തായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി. കേരളത്തിൽ നിന്നൊക്കെ നന്നായിട്ട് ഇവിടെ പ്രവർത്തനം നടന്നു. പ്രവർത്തകരെയൊക്കെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. ഞങ്ങൾ അടുത്ത് വന്ന് കുറച്ച് പേര് ഇരുന്ന് പരിചയപ്പെട്ടു. ഒരുപക്ഷെ അതിനുശേഷം പലപ്പോഴും ഉള്ള ഇടപെടലുകളിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്. എന്തായാലും 2013 മുതൽ അദ്ദേഹത്തിന് എന്നെ അറിയാം, കുറച്ചൊക്കെ അറിയാം. എനിക്ക് അദ്ദേഹത്തെ ആയിട്ട് നല്ല എപ്പോഴും കാണുന്നൊരു ബന്ധമുണ്ട്. ഇനി കെട്ടിപ്പിടിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കേരളത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ BJP സംഘ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർക്ക് നൽകിയൊരു അംഗീകാരമാണ്. അതിപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിക്ക് എല്ലാവരെയും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു വിജയം കിട്ടിയ സ്ഥലത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി പുള്ളി കേരള പൊളിറ്റിക്സ് അത്രയും നോക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഇവിടെയുള്ള പ്രവർത്തകർ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, എത്രത്തോളം ആളുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്നതിന് ശേഷമല്ല കേരളം ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് ബസ്സിലും കാറിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത്, ഒരുപക്ഷെ സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്തിട്ട് അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ പ്രവർത്തനം കേരളത്തിൽ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. ഇവിടുത്തെ പ്രവർത്തകർ നടത്തുന്ന ത്യാഗോജ്വലമായ ഒരു പോരാട്ടം, ജയിലിൽ കിടക്കുന്നത്, കള്ളക്കേസ് കൊടുക്കപ്പെടുന്നതൊക്കെ, എന്നിട്ടും വിജയിച്ചിട്ടില്ല. പലപ്പോഴും വിജയിക്കാതിരുന്നിട്ട് അതേ ഉത്സാഹത്തോടെ പലപ്പോഴും അദ്ദേഹം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സംസാരിക്കുമ്പോൾ പറയുന്നത് കേരളത്തിൽ പ്രവർത്തകർ പലപ്പോഴും വിജയിക്കാറില്ല, പക്ഷേ സ്ഥിരോത്സാഹത്തോടെ അവർ പ്രവർത്തിക്കുന്നു. ഈ ഒരു സ്നേഹം ഇപ്പോൾ ജയിച്ചപ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും കാണിക്കുന്നത് മാത്രമല്ല, അദ്ദേഹത്തിന് കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ അറിയാം. അതുകൊണ്ടാണല്ലോ ശക്തമായി സംസ്ഥാന സർക്കാരുകൾ നരേന്ദ്രമോദി എതിർക്കുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും സംസ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആശയപരമായി ചേർന്ന് നിൽക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനം, ഒരു കോർപ്പറേഷൻ്റെ ഭരണം കൂടി കിട്ടുമ്പോൾ മനസ്സിലാഗ്രഹിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കാം എന്നുള്ളൊരു സന്തോഷം കൂടി അദ്ദേഹത്തിൻ്റെ ആ പ്രകടനത്തിൽ ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമുക്ക് ഭരണം മാത്രം അവിടെ കിട്ടുന്നില്ല? അപ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബോഡി ഇവിടെ വന്നല്ലോ. ഇത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയുടെ മുന്നേറ്റത്തിന് വലിയ ഗുണം ചെയ്യും. അങ്ങനെ ഒരു സന്തോഷം കൂടി അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലുണ്ട്. അതുകൊണ്ടാണ് അഹമ്മദാബാദിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അദ്ദേഹം ആദ്യം രാജീവ് ചന്ദ്രശേഖർജിയോട് പറഞ്ഞത് എന്താണ്? അഹമ്മദാബാദിൽ കോർപ്പറേഷൻ കിട്ടി, അതിനുശേഷം നമുക്ക് ഗുജറാത്തിൻ്റെ ഭരണം കിട്ടി, അതിലൂടെ ഗുജറാത്തിന് ഏറ്റവും നല്ല വികസന സംസ്ഥാനമായി മാറാൻ സാധിച്ചു. അദ്ദേഹം കൽക്കട്ടയിൽ, ഞാൻ എൻ്റെ പ്രസംഗത്തിലും പറഞ്ഞു, അദ്ദേഹം കൽക്കട്ടയിൽ BJPയുടെ തിരുവനന്തപുരത്തെ വിജയം പറഞ്ഞു, അസമിൽ പറഞ്ഞു, 3 തവണ ട്വീറ്റ് ചെയ്തു, തിരുവനന്തപുരത്തേക്ക് കത്തെഴുതി, തിരുവനന്തപുരത്ത് വന്നു. ഇതിലപ്പുറം ഒരു പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യും? അതെ, പിന്നെ നമ്മൾ ഒരു വികസന രേഖയുടെ കരട് അദ്ദേഹത്തിന് കൈമാറി. ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് എന്തൊക്കെ പ്രോട്ടോകോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ PM അങ്ങനെ വാങ്ങാറില്ല എന്നാണ്. പക്ഷേ അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോൾ ബ്രേക്ക് ചെയ്ത് അത് വാങ്ങുമായിരുന്നു എന്നാണ്. PMOയിൽ നിന്നും ചില മാനദണ്ഡങ്ങളുണ്ട്, ചില കാര്യങ്ങൾ ചെയ്തു. പക്ഷേ PM വന്നപ്പോൾ ആ ഗ്രീൻ റൂമിൽ സ്വീകരിച്ച്, ഞങ്ങൾ പുത്തരിക്കണ്ടം സ്വീകരിച്ച് ഗ്രീൻ റൂമിലേക്ക് കടന്നപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർജിയുടെ കയ്യിലും എൻ്റെ കയ്യിലും ഇതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 15-16 ദിവസം നല്ല കഠിനാധ്വാനം ചെയ്ത് കിട്ടിയ വിവരങ്ങൾ തയ്യാറാക്കിയാണ്. അത് പൂർണ്ണമല്ല. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാട്ടി. അപ്പോൾ അദ്ദേഹം അത് വാങ്ങാൻ തയ്യാറായിട്ട് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, പ്രവർത്തകർ ഇങ്ങനെ തയ്യാറാക്കിയാൽ പൂർണ്ണമല്ല, അങ്ങേക്കൊന്ന് തരാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു എവിടെ വെച്ചാൽ തന്നോളൂ, അപ്പം ഞങ്ങൾ സ്റ്റേജിൽ വെച്ച് വാങ്ങാം. ഹീസ് റെഡി. അങ്ങനെ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാനിതുമായിട്ട് അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം അത് കാണുകയും അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തന്നെ വാങ്ങിയിട്ട്
കാണിക്കുകയും ചെയ്യും. ഇതൊക്കെ തന്നെ അദ്ദേഹത്തോടും അവിടുത്തെ പ്രോട്ടോക്കോളൊക്കെ മോഡിജി PM ആണ് തീരുമാനിച്ചത്. ഇതിലപ്പുറം ഞങ്ങൾക്കൊരു അംഗീകാരം കിട്ടാനില്ല. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഉള്ള പ്രശ്നങ്ങളിലൊന്ന് തെരുവ് നായ പ്രശ്നം. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ മേയർ അതെടുത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. വേറൊരു പ്രശ്നം എന്നുള്ളത് മാലിന്യത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പം പേഴ്സണലി ഇപ്പം ഞാനിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ സാനിറ്ററി പാഡുകൾ, അതുപോലെ കുട്ടികളുടെ ഡയപ്പറുകൾ, ഇതൊന്നും ഡിസ്പോസ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ സംവിധാനം കോർപ്പറേഷനിലില്ല. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് കളഞ്ഞോളൂ എന്നുള്ള ഒരു കാര്യമാണ് ഈ ഹരിതകർമ്മ സേനക്കാരോടൊക്കെ ചോദിച്ചാൽ പറയുക. അതിനൊക്കെ ഒരു പ്രോപ്പർ സംവിധാനത്തിലേക്ക് പോകുന്നുണ്ടോ, അതോ അതിനുള്ള നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു? ഇപ്പോൾ താങ്കൾ ചോദിച്ച എല്ലാ ചോദ്യവും ഏറ്റവും പെട്ടെന്ന് തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. അതിൽ തെരുവുനായ ശല്യം ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായ രീതിയിൽ ഞങ്ങളതിൽ ഇടപെട്ടിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് പല സിസ്റ്റങ്ങളും നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഡീസെൻട്രലൈസ്ഡ്, സെമി സെൻട്രലൈസ്ഡ്, സെൻട്രലൈസ്ഡ് ഒക്കെ. ഇതൊക്കെ തന്നെ എവിടെയാണ് പാളിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എനിവേ ഇതൊന്നും പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല. എന്നാൽ ഭാഗികമായിട്ടെല്ലാം കുറച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം, അതായത് ഉറവിട മാലിന്യ സംസ്കരണം വിജയിപ്പിക്കാൻ പറ്റുന്ന വീടുകളിലോ സ്ഥലങ്ങളിലോ നടന്നോട്ടെ, അതിൽ നമ്മൾ ഇടപെട്ടിട്ടത് വേണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ അല്ലാത്തതാണ് 80% അല്ലെങ്കിൽ 90%. അതിന് ഇപ്പോൾ പല സ്ഥലങ്ങളിലും വിജയിക്കുന്ന സെൻട്രലൈസ്ഡ് സിസ്റ്റം തന്നെയാണ്. ഇപ്പോൾ ഗോവയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇൻഡോറിൽ ലാസ്റ്റിൽ കുറച്ച് ലീക്കിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു. പക്ഷേ വർഷങ്ങളോളം അത് വിജയകരമായി മുന്നോട്ട് പോയി. അതുപോലെ തന്നെ മോഡിജിയുടെ വാരണാസിയിലൊക്കെ ഇതിൽ നല്ലൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിനെ കുറിച്ച് ഞങ്ങൾ ഗൗരവമായുള്ള ചർച്ചയിലും ചിന്തയിലുമാണ്. ഞങ്ങൾക്ക് അതിനുള്ള സ്ഥലം കണ്ടെത്തണമെന്നുള്ളതാണ്. അത് ജനങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടി പണ്ടത്തെ വിളപ്പിശാല മോഡലൊന്നുമല്ല. ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പ്ലാസ്മ ടെക്നോളജി ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇതൊന്നും തന്നെ അറിയാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ അതിൽ നിന്നും പുറത്തു വരുന്നത് അതൊക്കെ തന്നെ അവശിഷ്ടങ്ങൾ ആഷായിട്ടൊക്കെ തന്നെ പോകുന്ന, എന്നാൽ പുക പുറത്തോട്ട് വരാത്ത, അതിനെ ഗ്യാസായിട്ട് കൺവെർട്ട് ചെയ്യുന്ന സിസ്റ്റമൊക്കെ വന്നിട്ടുണ്ട്. BPCLൊക്കെ NTPC വന്നിട്ടുണ്ട്. ഇവരൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് മോസ്റ്റ് മോഡേൺ വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പിന്നെ സാനിറ്ററി പാഡിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞു. 4 ടൺ വരെ അത് നിർജ്ജീവമാക്കാൻ പറ്റുന്ന ഇൻസിനേറ്ററിൻ്റെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടെന്നെങ്കിലും CSR ഫണ്ട് വഴി വാങ്ങാൻ സാധിക്കുമെന്നുള്ളൊരു പരിശ്രമത്തിലാണ്. അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷൻ്റെ ഫണ്ട് ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ അത് വാങ്ങുവാനുള്ള ചർച്ചകൾ നടക്കുക. എനിക്ക് അടുത്ത ദിവസം തന്നെ തീരുമാനത്തിലെത്തും. ഓക്കെ, അതൊരു വലിയൊരു വിഷയമാണ്. ഈ 3 വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യും. പിന്നെ മറ്റൊരു പ്രശ്നമുള്ളത് കുടിവെള്ള പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് കുടിവെള്ളം ഈ നിന്ന് പോവുക, അല്ലെങ്കിൽ ആഴ്ചകളോളം കുടിവെള്ളം കിട്ടാതിരിക്കുക. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വാട്ടർ അതോറിറ്റിയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ പൈപ്പ് പൊട്ടുമ്പോൾ അവരത് മെയിൻ്റെനൻസിന് പോവും. അപ്പോൾ ഒരു റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കൂടെ അതിലുണ്ടെന്ന് തോന്നുന്നു. താങ്കൾ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രശ്നം ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പൈപ്പൊക്കെ ഭൂമിക്കടിയിൽ വാങ്ങിയിടുമ്പോൾ ഏറ്റവും ക്വാളിറ്റിയുള്ള വാങ്ങണം. ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതാണ് പലപ്പോഴും ഇടുന്നത്. അപ്പോൾ മുകളിലൂടെ വാഹനങ്ങൾ കയറുമ്പോഴും അതോടൊപ്പം തന്നെ ഇപ്പം 100 വീടാണ് ഇന്നുള്ളത്, 100 വീടിനാണ് കണക്ഷൻ കൊടുക്കേണ്ടതെങ്കിൽ 5 വർഷം കഴിയുമ്പോഴേക്കും 200 വീടായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വെള്ളം വേണ്ടി വരും. വെള്ളം കൂടുതൽ തുറന്നു വിടുമ്പോഴേക്കും ക്വാളിറ്റിയുള്ള പൈപ്പ് അല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടുമ്പോൾ അവിടെ വെട്ടിക്കുഴിക്കേണ്ടി വരും. വെട്ടിക്കുഴിച്ച് അവിടെ ഒട്ടിക്കുമ്പോൾ അപ്പുറം പൊട്ടും. അപ്പോൾ ഏറ്റവും ക്വാളിറ്റിയുള്ള പൈപ്പ് തന്നെ വാങ്ങണം. പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വാട്ടർ അതോറിറ്റിയുമായിട്ട് ചേർന്ന് ഗൗരവമായ ചില ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അടുത്ത ദിവസം എൻ്റെ മീറ്റിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ അരുവിക്കരയിൽ നിന്നും കൂടുതൽ വെള്ളം, അരുവിക്കര പേപ്പാറയിൽ അങ്ങനെ വെള്ളം വറ്റാറില്ല. മറ്റൊരു പ്രപ്പോസൽ വന്നിട്ടുള്ളത് നമ്മുടെ വെള്ളായണി കായലും ആക്കുളം കായലിൽ നിന്നും വെള്ളമെടുത്ത് ശുദ്ധീകരിച്ച് ഈ 2 സ്ഥലങ്ങളിലും കൊടുക്കണമെന്ന്. പക്ഷേ വേനൽ വരുമ്പോൾ അവിടെ വറ്റാറുണ്ടെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ നമ്മൾ ഫെബ്രുവരിയിൽ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കോൺക്ലേവുകളിലൂടെ ഈ വിഷയം സജീവമായി ചർച്ച ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരാണ്. എക്സ്പെർട്ടുകളുടെ ഒപ്പീനിയൻ എടുത്തുകൊണ്ടുള്ള ഒരു പരിഹാരമാണ്. കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ ഞങ്ങൾ ചില പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ PM കൊടുത്ത കരടിൽ അതുണ്ട്. അതുകൂടെ കവർ ചെയ്യുന്നതോടുകൂടി ശരിയാവും. അപ്പോൾ ആമയഞ്ചാൻ തോടിന് ഒരു ഒരു റോബോട്ടിനെ വെച്ച് നമ്മളത് അവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. കാരണം ഒരാൾ മരിച്ച സംഭവമാണ്. ആമയഞ്ചാൻ തോട് പോലെ തന്നെ മലിനമായി കിടക്കുന്ന പാർവതി പുത്തനാറ്, കരിമനയാറ്, ഇതെല്ലാം എന്താ പറയുക, ആളുകൾ മാലിന്യം കൊണ്ട തള്ളി വൃത്തികേടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആളുകൾക്ക് മാലിന്യം തള്ളാൻ സ്ഥലമില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അതും കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു, ആമയഞ്ചാൻ തോടും പാർവതി പുത്തനാറും ഒക്കെ തന്നെ നമുക്ക് ശുദ്ധീകരിക്കാം. അതിന് നമുക്ക് ഒരു സമയം ശുദ്ധീകരിക്കുവാനുള്ള സാമ്പത്തികം നമുക്ക് സഹായം കിട്ടും, ടെക്നോളജിയൊക്കെ ഉണ്ട്. പക്ഷേ അതിന് മുൻപ് ഈ 2 തോടുകളിലേക്കും
മാലിന്യം ഒഴുക്കി വിടുന്നവർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനം നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അതും ചെയ്യേണ്ട കോർപ്പറേഷനാണല്ലോ. അപ്പോൾ അവരെന്തുകൊണ്ട് ഡ്രെയിനേജ് അല്ലെങ്കിൽ അവരുടെ വേസ്റ്റ് വാട്ടർ ഇതിലേക്ക് ഒഴുക്കുന്നു? അതിനൊരു പ്രോപ്പർ ആൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചതിന് ശേഷം അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാം. പിന്നീട് ഒഴുക്കിയാൽ നമുക്ക് ഫൈൻ അടിക്കാം. അപ്പോൾ ആദ്യം ആരൊക്കെയാണ് ഇതിലേക്ക് ഒഴുക്കുന്നത് എന്ന് സാങ്കേതിക വിദ്യയുടെ ചോദിച്ചാൽ പലരും സമ്മതിക്കില്ല. ഭൂമിക്ക് അടിയുടെ കെട്ടിക്കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും എപ്പോഴും പോയി എല്ലായിടത്തും നോക്കാനും സാധിക്കില്ല. അപ്പോൾ സാറ്റലൈറ്റ് ടെക്നോളജിയിലൂടെ ഏതൊക്കെ വീടുകളിൽ നിന്നാണ് പൈപ്പ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ എവിഡൻസ് നമ്മൾ എടുത്തതിന് ശേഷം അവരെ ബോധ്യപ്പെടുത്തുക. എന്നിട്ട് ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് സംവിധാനം, ഒന്നിൽ സെപ്റ്റിക് ടാങ്ക് ഇട്ടതിന് ശേഷം കോർപ്പറേഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അതിനെ സക്ക് ചെയ്ത് മാറ്റുക, അവരെ ഒന്നൊരു ഫീസ് വാങ്ങിക്കൊണ്ട് മാറ്റുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ STPകൾ സ്ഥാപിച്ചുകൊണ്ട് ആ വീടുകളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട്, അല്ലാതെ എല്ലാം മുട്ടത്തറയിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രെയിനേജ് സൗകര്യം ഉണ്ടാക്കാൻ വലിയ എമൗണ്ട് വേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ആറുകളും തോടുകളും വൃത്തിയാക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ മോണിറ്റർ ചെയ്തിട്ട് സംരക്ഷിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഈ തരം ചർച്ചകളും പഠനങ്ങളും ഒക്കെ തന്നെ രാവിലെ മുതൽ രാത്രി വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യ പ്ലാന്റുകളുടെ പ്രശ്നം പറഞ്ഞപ്പോഴാണ്, ഇപ്പം കേരളത്തിൽ എവിടെ മാലിന്യ പ്ലാന്റ് ആരംഭിക്കാൻ തുടങ്ങിയാലും, ഏത് കോർപ്പറേഷൻ തുടങ്ങിയാലും അവിടെ ആളുകൾ സമരം ചെയ്യാണ്. അപ്പോൾ കോഴിക്കോടായാലും കൊച്ചിയിലായാലും എവിടെയായാലും അതിൽ നിന്നുണ്ടാകുന്ന ദുരനുഭവം കൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളത് ആളുകളെ ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യം. അതിലൊരു പ്രശ്നം, നമ്മൾ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഉത്തമ ബോധ്യം ഭരിക്കുന്നവർക്ക് വേണം. ഇപ്പോൾ ഒരു പദ്ധതി ചിലപ്പോൾ വാരണാസിയിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ നടപ്പിലാക്കും പോലെ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ പറ്റില്ല. ടെക്നോളജി പക്കയായിരിക്കും, പക്ഷേ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഭൂമി പ്രദേശം തിരുവനന്തപുരമാണ്. അപ്പോൾ ഈ പദ്ധതി പരാജയപ്പെടാതെ തിരുവനന്തപുരത്ത് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് അതിനെ റീഷെഡ്യൂൾ ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ ചെറിയ ചേഞ്ച് വരുത്തണം. അങ്ങനെ പലപ്പോഴും ഇപ്പോൾ തന്നെ വിളപ്പിൽശാല, അന്നത്തെ മേയർ വിളപ്പിൽശാല ഉള്ളവരെയും കൂട്ടി ഹൈദരാബാദിൽ പോയി കോർപ്പറേഷൻ്റെ ചിലവിൽ പോയി പഠനം നടത്തി എല്ലാവരും നല്ല പദ്ധതി എന്ന് പറഞ്ഞിട്ട് വിളപ്പിൽശാല കൊണ്ടുവന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ടും അത് പരാജയപ്പെട്ടു. അപ്പോൾ മികച്ച സാങ്കേതികവിദ്യ ഇന്ന് ഇന്ത്യയിൽ പലയിടത്തും ലഭ്യമാണ്. അതിന് തിരുവനന്തപുരത്ത് ലഭ്യമാവുന്ന സ്ഥലം അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളുമായിട്ട് സംസാരിച്ച് എങ്ങനെ നടപ്പിലാക്കാം. എന്തായാലും ഇനി ഞങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതി പരാജയപ്പെടുകയില്ല. ഒരു പക്ഷേ ഇപ്പോൾ ഉള്ള പദ്ധതി തന്നെ ഇഫക്റ്റീവായിട്ട് തുടർന്നുകൊണ്ട് കംപ്ലീറ്റ് ആക്കും. അല്ലെങ്കിൽ ഇനി നടപ്പിലാക്കുന്ന പദ്ധതികൾ ഒരു കാരണവശാലും പരാജയപ്പെടാത്ത രീതിയിലുള്ള ഇംപ്ലിമെൻറ്റേഷനായി. വേറൊരു പ്രശ്നമുള്ളത് ഗതാഗത പ്രശ്നമാണ്. അത് അന്ന് ഗതാഗത മന്ത്രിയുമായിട്ട് തന്നെ സംസാരിച്ചിരുന്നു. ആദ്യം ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയുടെ ഭാഗത്ത് ഒരു ചെറിയ വാക്തർക്കമൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അത് നിങ്ങൾ പരസ്പരം സംസാരിച്ച് അത് ക്ലിയർ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനെയൊക്കെ ആയിരിക്കണമല്ലോ ഭരണം. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ ഇടയിൽ പോയപ്പോഴേക്കും ജനങ്ങൾ പറഞ്ഞ അത് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ, നമ്മളിപ്പോൾ ഭരണാധികാരികൾ എപ്പോഴും മുന്നിൽ കാണേണ്ട സമൂഹത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും നമ്മൾ മുന്നിൽ കാണണം. അപ്പോൾ ഇപ്പോൾ സർക്കാർ ജോലിയോ പൊതുമേഖലാ സ്ഥലങ്ങളിലോ ജോലിയുള്ളവരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അതോടൊപ്പം തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു 10,000-8,000 രൂപ മാത്രം ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ജീവിച്ചു പോകും, തട്ടിക്കൂട്ടി ജീവിച്ചു പോകുന്നവർ, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം. അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരോഗ്യകരമായിട്ടും മറ്റു പ്രശ്നങ്ങളിൽ വീടില്ലാത്തവരൊക്കെ ഉണ്ട്. അവർക്ക് ഭരണകൂടം ഒരു താങ്ങായി നിൽക്കുമ്പോൾ മാത്രമാണ് ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വാർഡിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴേ ആൾക്കാർ ആദ്യം പറഞ്ഞത് തെരുവുനായി, രണ്ടാമത് പറഞ്ഞത് ചെറിയ ബസ്സുകൾ ഇട റോഡിലൂടെ പോയാൽ ഓട്ടോറിക്ഷയ്ക്ക്. അത് ഇവിടെ കോർപ്പറേഷൻ മേയർ കൂടി ആയിട്ട് ആ കരാറുകളൊക്കെ നോക്കിയപ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് ന്യായമായ ആവശ്യമാണ്, അതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ട്. അക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു, മന്ത്രി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന ആളാണ്, അദ്ദേഹത്തിന് ജനങ്ങളുടെ പൾസ് അറിയാം, അതുകൊണ്ടാണല്ലോ അദ്ദേഹം തുടർച്ചയായിട്ട് ജയിക്കുന്നത്. അപ്പോഴേക്കും ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുമ്പോഴേക്കും മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നതൊക്കെ വെച്ചിട്ട് അത് കുറച്ച് ചർച്ചയായി. അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾക്ക് ഒരൊറ്റ സിറ്റിങ്ങേ വേണ്ടിയൊന്നുള്ളൂ, അതിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ വിഷയം അഡ്രസ്സ് ചെയ്യാം. സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ആണല്ലോ കാര്യങ്ങൾ പറഞ്ഞത്. അല്ലാതെ നമ്മൾ തമ്മിൽ വാദിച്ച് ജയിക്കുക എന്നുള്ളല്ലോ, ജനങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുക, അതിലേക്ക് എത്തുക. അതിനിടയ്ക്ക് പലതരത്തിലുള്ള വാർത്തകളുണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. കോർപ്പറേഷൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പം കോഴിക്കോട് നടന്നത് നമ്മൾ കണ്ടു, ഈ കെട്ടിട നമ്പർ അനധികൃതമായിട്ട് കൊടുത്ത് അതിൽ വ്യാപകമായിട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും എല്ലാ കോർപ്പറേഷനിലും അങ്ങനെ നടന്നിട്ടുണ്ടാവാം, തിരുവനന്തപുരത്തും അങ്ങനെ വന്നിട്ടുണ്ടാകും. അതുപോലെ നികുതി പിരിക്കുന്നതിലെ പ്രശ്നങ്ങൾ, അപ്പോൾ അതെല്ലാം പരിഹരിക്കാനായിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കോർപ്പറേഷന് കിട്ടേണ്ട ഒരു രൂപ പോലും കിട്ടാതിരിക്കാൻ പാടില്ല. കോർപ്പറേഷന് കിട്ടുന്ന നികുതി ചോരാനും പാടില്ല. അതുകൊണ്ട് അതിൻ്റെ വലിയ പരിസ്ഥിതി. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം, ഞങ്ങൾ ജനുവരി 26 അധികാരം ഏറ്റിട്ട്
ഈ ഫിനാൻഷ്യൽ ഇയർ തീരാൻ പോവുകയാണ്. ഞങ്ങൾക്കൊരു 10-40 ദിവസം മാത്രമേ അതിന് പ്രോപ്പറായിട്ട്. പക്ഷേ ഈ 40 ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു. റവന്യൂ ഓഫീസർ ഉണ്ടായിരുന്നു, റവന്യൂ ഇൻസ്പെക്ടർമാർ, ബിൽ കളക്ടർമാർ. അവർക്ക് ടാർഗറ്റ് കൊടുത്തു. കൗൺസിലർമാരോട് അവരെ വാർഡ് തലത്തിൽ സഹായിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കിട്ടുന്ന ദിവസം കൊണ്ട് പരമാവധി വർദ്ധിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കുടിശ്ശികയാണുള്ളത്. ഞങ്ങൾ അടുത്ത ദിവസം സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽ വരുന്നുണ്ട്. ഞാൻ സ്ഥാപനങ്ങൾ ഡീറ്റെയിൽ എടുക്കാൻ പറയും. അതിൽ തന്നെ മേലധികാരികളോട് സംസാരിച്ചിട്ട് സർക്കാർ സ്ഥാപനങ്ങളെ കൊണ്ട് അടപ്പിക്കാൻ പറ്റുമ്പോൾ കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുണ്ട്. ഇത് വരുത്തുക. ഇങ്ങനെയുള്ള നികുതി ഇപ്പോൾ സംസ്ഥാന സർക്കാർ പിഴ ഇളവ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിഴപ്പലിശ ഇളവ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ക്യാമ്പ് സിറ്റിങ്ങൊക്കെ വെച്ചുകൊണ്ട് പരമാവധി മുതൽ കൂട്ടുക എന്നുള്ളത്. അപ്പോൾ നികുതി ചോർച്ച തടയുവാനും പരമാവധി നികുതി പിരിച്ചെടുക്കുവാനും മുഖം നോക്കാതെയുള്ള നടപടികളായി മുന്നോട്ട് പോകും. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഒരു BJPക്ക് പിഴയിട്ട ഒരു റവന്യൂ ഓഫീസറെ തന്നെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഒരു 23 വർഷത്തോളമായിട്ട് ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന മറ്റൊരു ഓഫീസറെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഈ താപ്പാനകളെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണോ? അങ്ങനെയല്ല, 23 വർഷമായിട്ട് ഒരാൾ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തൊക്കെ ഓഫീസ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസ് ഉണ്ടെന്ന് അവർക്കൊക്കെ അറിയണമല്ലോ. മാത്രമല്ല 23 വർഷവും മെയിൻ ഓഫീസിലിരിക്കുന്ന എക്സ്പീരിയൻസ് ദുർബലമായ ചില സ്ഥലത്തൊക്കെ തന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ്നെസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ രാഷ്ട്രീയമായിട്ടൊന്നുമല്ല. അങ്ങനെയാണ് ഞങ്ങൾ വന്നിട്ട് 1 മാസം 1.5 മാസമായല്ലോ. പക്ഷേ 1.5 മാസം കൊണ്ട് പ്രവർത്തനം നിരീക്ഷിച്ചപ്പോഴേക്കും വർക്കിംഗ് അറേഞ്ച്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും ഒരു ചെറിയ, അത് വലുത് 1-2 പേരെയൊക്കെ ചെറിയൊരു ഇത്, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഞങ്ങളുടെ രാഷ്ട്രീയമല്ല വരുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള പദ്ധതികളൊന്നുമില്ല. വർക്കിംഗ് അറേഞ്ച്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് ചെറിയ ചില മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വേണ്ടി അതിനും വേണ്ടി വരും ചില സ്ഥലങ്ങളിൽ. അപ്പം തിരുവനന്തപുരത്തിൻ്റെ വികസനം, നഗരത്തിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി ചോദിക്കാൻ തോന്നുന്നു. SFIയിൽ നിന്നാണ് പിന്നീട് ABVPയിലേക്കും പിന്നീട് BJPയിലേക്കും സംഘപരിവാർ ഈ സംവിധാനത്തിലേക്കും വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? എൻ്റെ വീട് ഒരു ഇടതുപക്ഷ കുടുംബമായിരുന്നു. ഇടതുപക്ഷ കുടുംബം എന്ന് പറഞ്ഞാൽ ചെറിയ ഇടതുപക്ഷ കുടുംബമല്ല, വളരെ സജീവമായിട്ട് പൊതുരംഗത്ത് ഇടപെടുന്ന ഇടതുപക്ഷ കുടുംബമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ അന്ന് പൊതുപ്രവർത്തന മനസ്സന്നേ ഉണ്ട്. അപ്പോൾ SFI KSU ഒക്കെയാണുള്ളത്. ഒരു കോൺഗ്രസിനോട് ആശയപരമായുള്ള വിയോജിപ്പ് തുടക്കം മുതൽ തന്നെ ഉള്ളതുകൊണ്ട് ആശയം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും ആയിരുന്നില്ല. എങ്കിലും ഒരു വിയോജിപ്പ് ഉള്ളതുകൊണ്ട് ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടിലാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഡിഗ്രി ആദ്യത്തെ വർഷം വരെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിലൊക്കെ തന്നെ അനുഭാവിയും പ്രവർത്തകനൊക്കെ ആയിരുന്നു. കോളേജിൽ മാർവാൻസ് കോളേജിൽ ആദ്യ വർഷവും MG കോളേജിൽ 90-92 പ്രീ ഡിഗ്രി വർഷവും സജീവ ഇടത് SFI ആയിരുന്നു. സ്കൂൾ ലീഡർ ഉൾപ്പെടെ ആയിരുന്നു. പക്ഷേ 92 ഒക്കെ ആയപ്പോഴേക്ക് അയോധ്യ മൂവ്മെൻറ്റ് ശക്തമായി. അപ്പോഴാണ് ഈ മാർക്സിൽ നിന്നും മഹർഷിയിലേക്കെന്നുള്ള ഒരു സ്ലോഗൻ പരമേശ്വർജിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ വിയോജിപ്പായിരുന്നെങ്കിലും ഇത് ഒന്ന് വായിക്കാനും പഠിക്കാനും ശ്രമിച്ചു. അയോധ്യ മൂവ്മെൻറ്റ് എന്നിൽ വലിയ സ്വാധീനം ചെലുത്തി. ആ സമയത്താണ് മുരളി മനോഹർ ജോഷിയുടെ ഏകതാ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക്. ഇത് ഞാൻ MG കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളിത് കാണാൻ പോയി. SFI ആയിരുന്നെങ്കിൽ പോയി. പക്ഷേ ഇത് മനസ്സിൽ വലിയൊരു ചലനം ഉണ്ടാക്കി. അപ്പോഴാണ് കാശ്മീരിനെക്കുറിച്ച്, അയോധ്യയെക്കുറിച്ച്, സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അതിനുശേഷം ഇങ്ങനെ പോയാൽ സ്വാതന്ത്ര്യം നിലനിർത്താൻ പോലും പറ്റില്ല എന്നുള്ള ഒരു ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി, ഈ കാശ്മീർ യാത്രയൊക്കെ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ പഠിച്ചു. ആ സമയത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലുണ്ടായ ഒരു മൂല്യശോഷണമുണ്ട്. അങ്ങനെയൊക്കെയാണ് മെല്ലെ. അപ്പോൾ നാട്ടിൽ RSSൻ്റെ പ്രവർത്തകർ അതിന് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അവർ മെല്ലെ ഞാൻ പോലും അറിയാതെ ശാഖയിലേക്ക് കൊണ്ടുപോയി. കുറച്ചു കാലം സംഘത്തിൻ്റെ ശാഖയിലൊക്കെ പോയി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ് വിദ്യാർത്ഥി ആയതുകൊണ്ട് നിങ്ങളൊക്കെ തന്നെ ABVP വിദ്യാർത്ഥി മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള ഒരു നിർദ്ദേശം വന്നു. അതിൻ്റെ അടുത്താണ് ഞങ്ങളൊരു ടീം ABVPയുടെ താലൂക്ക് പ്രസിഡൻ്റായിട്ട് അങ്ങ് തുടങ്ങി. പിന്നെ അതങ്ങ് മെയിൻ പ്രവർത്തനമായിട്ടങ്ങ് മാറി. അങ്ങനെയാണ്. ഓക്കെ. ഇപ്പം എല്ലാ പദവികളിലും ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ കൗൺസിലർ മുതൽ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. പിന്നെ കുറച്ച് ഒരു വിവാദ കാലഘട്ടം കൂടി രാഷ്ട്രീയത്തിലുണ്ടായിട്ടുണ്ട്. കുറച്ച് നാൾ സസ്പെൻഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ എങ്ങനെയാണ് അതിനെ? സസ്പെൻഷൻ അല്ല, എന്നെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ചുമതല ഇല്ലാതായി. സ്വാഭാവികമല്ലേ? ഒരു പൊതുപ്രവർത്തനം നിൽക്കുമ്പോഴേക്കും എല്ലാ ദിവസവും ശാന്തമായ ഒരു നദി പോലെ ഒഴുകുകയില്ല. ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോഴേക്കും ആ നിലപാടുകൾക്ക് അനുകൂലമായും ആ നിലപാടുകൾ വിയോജിച്ചുകൊണ്ടുമൊക്കെയുള്ള നിലപാടുകളുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തന രംഗത്ത്. അപ്പോൾ വിദ്യാർത്ഥി പക്ഷത്തിൽ പ്രവർത്തിക്കുമ്പോഴായാലും യുവമോർച്ചയിലും BJPയിലും ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ഏറിയും കുറഞ്ഞുമൊക്കെ നമുക്ക് ചുമതലകളുണ്ടാവും. പക്ഷേ നമ്മൾ വിശ്വസിച്ച ആശയം
പ്രവർത്തിക്കാൻ തീരുമാനിച്ച സംഘടന അതിന് മാറ്റം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തനം ഇപ്പോൾ മേയറായിരിക്കും, എല്ലാ ദിവസവും മേയറായിരിക്കുമ്പോഴേക്കും ഒരുപോലെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അതിലും സ്വാഭാവികമായിട്ടും കയറ്റിറക്കങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യോജിക്കാൻ പറ്റുന്നതോ ഇഷ്ടപ്പെടാൻ പറ്റുന്നതോ പറ്റാത്തതോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളൊരു വലിയ ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ലക്ഷ്യത്തിൽ തന്നെ മനസ്സുറപ്പിച്ചാൽ ചുമതല വരുന്നോ പോരുന്നോ ഇല്ല എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരനായില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? അഭിഭാഷകൻ. ഇപ്പോഴും അഭിഭാഷക മനസ്സ് നന്നായിട്ടുണ്ട്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് പൊതുപ്രവർത്തനത്തിലൂടെയാണ്, അത് BJPയിലൂടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിൻ്റെ സമയം ഒന്ന് ചുരുക്കിയത്. ഇപ്പോഴും അവസരം കിട്ടിയാൽ വീണ്ടും പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ നേരത്തെ? 10 വർഷം വളരെ സജീവമായിരുന്നു. അതായത് ഇപ്പോൾ എത്ര മണി മുതലാണോ കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ളതിലേക്ക് സമയം കൊടുക്കുന്നത്, അതുപോലെ രാവിലെ അന്നൊക്കെ ഒരു 5 മണി 6 മണിയല്ല, ഒരു 7 മണി 8 മണി മുതൽ രാത്രി ഒരു 10-11 മണി വരെ കോടതി, 5 മണി വരെ കോടതിയും, അത് കഴിഞ്ഞാൽ ഓഫീസുമായിട്ടുള്ള ലോകമായിരുന്നു 10 വർഷം വരെ. ക്രിമിനലാണോ സിവിലാണോ? ക്രിമിനലാണോ ഇഷ്ടം? ക്രിമിനൽ കേസ്. കാര്യം നമ്മുടെ പ്രവർത്തനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ നിൽക്കുന്ന മേഖല അതായതുകൊണ്ടൊക്കെ ആയിരിക്കാം തുടക്കം തന്നെ ക്രിമിനൽ കേസിലാണ് താൻ. പാർട്ടി കേസുകളാണോ ആ സമയത്ത് ഉണ്ടായിരുന്നത്? ആദ്യം എൻറോൾ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അന്ന് 99 ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് +2 സമരം നടന്നിട്ട് നിരവധി കേസുകളുണ്ട്. അപ്പം നമ്മുടെ സാധാരണ പ്രവർത്തകരെയൊക്കെ തന്നെ കേസിൽപ്പെടുത്തി. ഇവരൊക്കെ തന്നെയും ഇവർക്കും വലിയ വക്കീലന്മാരെ വയ്ക്കാൻ പറ്റില്ല, പിന്നെ നമ്മളൊക്കെ ആകുമ്പോൾ അത്രയും ബന്ധമുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ നോർമൽ പോസ്റ്റിങ്ങൊക്കെ തന്നെ നമ്മളൊക്കെ കയറി നടത്തിയാലും പ്രശ്നമല്ല, ജൂനിയേഴ്സിന് നടത്താം. പിന്നെ ക്രോസ് വരുമ്പോഴേക്കും ഹിയറിംഗ് സമയത്ത് എവിഡൻസ് സ്റ്റേജിലൊക്കെ സീനിയേഴ്സിൻ്റെ ആവശ്യം അന്ന് വരുന്നുണ്ടല്ലോ. അപ്പോൾ തുടക്ക സമയത്തൊക്കെ തന്നെ കൂടുതലും പാർട്ടി കേസും ബന്ധമുള്ളവരുടെ കേസ്, പിന്നെ ഞാൻ പോയ ഓഫീസുകളിലെ കേസുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തൊരു 3-4 വർഷം കഴിഞ്ഞപ്പോഴേക്കും വേറെ മറ്റുള്ള തരത്തിലേക്ക് ആയി. ഞാൻ അന്ന് തൃശ്ശൂർ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കലോത്സവമായിട്ട് എന്താ ബന്ധം കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ നേരത്തെ പ്രസംഗ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് ഡിഗ്രി തലത്തിലാണോ അതോ? അല്ല, സ്കൂൾ തലത്തിൽ ഇപ്പം എല്ലാ മത്സരത്തിലും പങ്കെടുത്തു. പിന്നെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റൊന്ന് പങ്കെടുത്തിട്ട് കാര്യമില്ല, പ്രസംഗ മത്സരമാണ് നമുക്ക്. അപ്പോൾ അന്നൊക്കെ പ്രസംഗ മത്സരത്തിൽ കാര്യമായിട്ട് പങ്കെടുക്കുമായിരുന്നു, അത് സ്കൂൾ തലത്തിൽ മാത്രം. കോളേജ് ഡിഗ്രി തലത്തിൽ ഞാൻ യുവജനോത്സവ രംഗത്തൊന്നും സജീവമായിരുന്നില്ല. സ്കൂൾ തലത്തിൽ ഇക്കാര്യങ്ങളിൽ essay പ്രസംഗത്തിലൊക്കെ ഉണ്ടായിരുന്നു. കോളേജൊക്കെ ആയപ്പോഴേക്കും പൊതുപ്രവർത്തനം, രാഷ്ട്രീയം, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിരുന്നു മെയിൻ പരിപാടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്ലാൻ? 3 ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് മേയർ എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരവാദിത്തമാണ്. മാത്രമല്ല സമൂഹത്തിനോട് നമ്മൾ കുറേ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അത് നടപ്പിലാക്കി തിരുവനന്തപുരത്ത് ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ മേയറുടെ ഒരു അനുമാനത്തിൽ തിരുവനന്തപുരത്ത് BJPക്ക് എത്ര MLA മാരെ കിട്ടും? എണ്ണത്തിലേക്ക് പോകാറായിട്ടില്ല, കാരണം ഞാൻ എണ്ണം പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതിനനുസരിച്ചാണ് ഓരോ ദിവസവും BJPയുടെ പിന്തുണ. ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിന് മുൻപും പ്രധാനമന്ത്രി വന്നതിന് ശേഷവുമുള്ള രാഷ്ട്രീയത്തിൽ വ്യത്യാസമുണ്ട്. ഇനി ഞങ്ങളുടെ ഓരോ ദിവസമുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെയും മറ്റു സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർമാരുടെയും മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർമാരുടെയൊക്കെ പ്രവർത്തനം, ഞങ്ങളുടെ സംസ്ഥാന പാർട്ടി നേതൃത്വം എടുക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ വരുമ്പോഴേക്കും ജനസ്വീകാര്യത കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും നിർണായക ശക്തി ഈ നിയമസഭയിൽ BJP ആയിരിക്കും, അത് സംശയമില്ല. അപ്പം തിരക്കുള്ള രാഷ്ട്രീയ ജീവിതം എല്ലാം അതിനിടയ്ക്ക് കുടുംബം ഭാര്യ MCA കംപ്ലീറ്റ് ചെയ്തു. ചില താൽക്കാലിക ജോലികളൊക്കെ പോയിരുന്നു. പക്ഷേ 2 ആൺകുട്ടികളായതുകൊണ്ട് അവരുടെ പഠനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ജോലിക്ക് പോകാൻ സാധിച്ചില്ല. 2 ആൺമക്കൾ, ഒരാൾ LLBക്ക് പഠിക്കുകയാണ് അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ, മറ്റേ ആൾ 8ാം ക്ലാസ്സിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ. 2 ആൺകുട്ടികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് മേയർക്ക് പറയാനുള്ളത്. ദിസ് ഈസ് PS വിനയ സൈനിങ് ഓഫ് DD വാക്ക് ദ ടോക്ക്.